റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വിമർശനായ അലക്സി നവാൽനി അന്തരിച്ചു. ജയിലിനുള്ളിലാണ് നവാൽനിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കെ മധു വിവരങ്ങളുമായി. മധു, വളരെ പലതവണ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സ്വാഭാവികമായും ദുരൂഹം തന്നെയല്ലേ? റഷ്യൻ ഏജൻസികൾ ഈ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. വ്ളാദിമിർ പുടിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായി കഴിഞ്ഞ ദശകത്തിൽ നിറഞ്ഞു നിന്ന ആളാണ് നവാൽനി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2000 ഒരു വക്കീലായി, പക്ഷേ സാമ്പത്തിക വിദഗ്ധനായി എല്ലാം വന്നപ്പോഴും പുതിയ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന് ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തിയ ആളുകളിൽ ഒരാളാണ് അലക്സി. അദ്ദേഹം ഒരുപക്ഷെ സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം, ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി ജയിച്ച് സ്റ്റാലിനേക്കാൾ കൂടുതൽ കാലം പുടിൻ റഷ്യയെ ഭരിക്കും എന്ന വിധത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ പുടിൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും പുറം ലോകം കാണില്ല എന്ന് ഉറപ്പിക്കപ്പെട്ട ഒരു വിമത ശബ്ദമായിരുന്നു നവാൽനിയുടേത്. അതാണ് ഇപ്പോൾ നിലയ്ക്കുന്നത്. കഴിഞ്ഞ ദശകത്തിലുടനീളം റഷ്യൻ സർക്കാരിൻ്റെ ധൂർത്തുകളെക്കുറിച്ച്, ആഡംബരങ്ങളെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിരന്തരം ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകളിൽ ഒരാൾ നവാൽനിയായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി നവാൽനി മാറുകയും ചെയ്തു. ദിമിത്രി മെദ്വദേവിൻ്റെ, പുടിൻ്റെ ഒക്കെ അഴിമതികൾ അദ്ദേഹം നിരന്തരം പുറത്തു കൊണ്ടുവന്നു. മെദ്വദേവിൻ്റെ ആഡംബരങ്ങൾ, പുടിന് കരിങ്കടൽ തീരത്തുള്ള കൊട്ടാരം, സ്വകാര്യ സംരംഭങ്ങൾ, ഇതെല്ലാം നിരന്തരം അദ്ദേഹം ചോർത്തി വാർത്തയാക്കി നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിച്ചു. മോസ്കോ മേയറൽ തെരഞ്ഞെടുപ്പിൽ തന്നെ 27%, 3-1 വോട്ടുകൾ നേടി അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ ഇതാ പുടിനൊരു എതിരാളി എന്ന് വളരെ വ്യക്തമായി തന്നെ വന്നു. അതിനുശേഷം പലവട്ടം നിരന്തരം അദ്ദേഹം വിഷം കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു, അദ്ദേഹം വിഷത്തിന് വിധേയനാക്കപ്പെട്ടു എന്നെല്ലാമുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് 2018 റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന സൂചന വന്നപ്പോൾ നവാൽനിയെ ജയിലിലടയ്ക്കുന്നത്. 2008-നും 2012-നും ഇടയിലുള്ള 5 ലക്ഷം കോടിയുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പക്ഷേ പിന്നീട് ഒരിക്കലും, പുടിൻ്റെ ജീവകാലത്ത് ഒരിക്കലും നവാൽനി ജയിലിൽ നിന്ന് പുറത്തു വരില്ല എന്ന് ഉറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം പക്ഷേ നവാൽനി ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു, അദ്ദേഹം അവിടെ അപ്രത്യക്ഷനായി എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ റഷ്യൻ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മരണകാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് ക്രെംലിൻ വ്യക്തമാക്കുന്നത്. ഒപ്പം രാവിലെ നടന്നു വന്ന ശേഷം നവാൽനി മരിച്ചു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത്. റഷ്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഏകമുഖം, ഏക ശബ്ദം, കടുത്ത പുടിൻ വിമർശകൻ ഇല്ലാതാവുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിൻ്റെ ചരിത്രത്തിൽ ഉടനീളം സോവിയറ്റ് യൂണിയൻ തൊട്ടിങ്ങോട്ട് അതിനു മുൻപുള്ള ഭരണകാലത്തെല്ലാം പ്രതിപക്ഷ ശബ്ദങ്ങൾ നിരന്തരം ഇല്ലാതാക്കപ്പെടുന്ന നാട് തന്നെയാണ് റഷ്യ. ശരി, കെ മധുവാണ് വിവരങ്ങൾ നൽകിയത്.